മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിലുണ്ട് എന്നാണ്. ഒന്ന്, പ്രവർത്തകരുടെ വികാരം തന്നെയാണ്. പല സ്ഥലങ്ങളിലും ശ്രീ വി ഡി സതീശന് അനുകൂലമായിട്ട് പ്രകടനങ്ങൾ നടക്കുന്നു, പോസ്റ്റർ ഫ്ലെക്സ് യുദ്ധങ്ങളൊക്കെ തന്നെ നടക്കുന്നു. അപ്പോൾ അത് ഓർഗാനിക്കായിട്ട് ഉണ്ടായതല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം മറുഭാഗത്ത് നിന്ന് ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിൽ പോലും അത് വളരെ ഓർഗാനിക്കായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് എന്ന് പിന്നീട് സോഷ്യൽ മീഡിയയിലടക്കം കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ലാതെ മറ്റുള്ള പൊതു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് കൂടി ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു മേജർ റീസൺ ആണ്. രണ്ടാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി തന്നെ അവർ പരിഗണിച്ചിരിക്കാനുള്ള സാധ്യത സഖ്യകക്ഷികളുടെ വികാരമാണ്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ അംഗമാകുന്ന നിയുക്ത MLA-മാരുടെ പിന്തുണ മുഴുവനും KCക്ക് ആയിരുന്നുവെങ്കിലും അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ സഖ്യകക്ഷികളിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ തന്നെ താല്പര്യം അവിടെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ തീരുമാനമെടുക്കുന്ന സമയത്താണെങ്കിലും അത് പാണക്കാട് വിളിച്ച് അവരെ അറിയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം നിങ്ങളുടെ തീരുമാനത്തിലുണ്ടോ എന്ന് ആരാഞ്ഞു എന്നൊക്കെ തന്നെയാണ് ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു പൊതുവിലെ കാഴ്ചപ്പാടാണ്. അതായത് 10 വർഷമായിട്ട് പ്രതിപക്ഷത്ത് നിന്നതിന് ശേഷം ഇത്തവണ 40 സീറ്റുകൾ അല്ലെങ്കിൽ 41 സീറ്റുകൾ മാത്രമുള്ള ഒരു മുന്നണി 100-ലധികം സീറ്റുകളുമായി വന്ന് വലിയ തിളക്കമാർന്നിട്ടുള്ള ഒരു വിജയം, ബംഗാളിൽ BJPക്ക് കിട്ടിയതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വിജയ്ക്ക് കിട്ടിയതിന് സമാനമായിട്ടുള്ള ഒരു വിജയം, പക്ഷേ സിംഗിൾ മെജോറിറ്റിയോടുകൂടി തന്നെ വരിക എന്ന രീതിയിലേക്ക് വരുമ്പോൾ റീസെൻ്റ്ലി പ്രതിപക്ഷ നേതാവായിരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പ്രവാചകനെ പോലെ തന്നെ പറഞ്ഞിരുന്ന 100 സീറ്റുകൾ കിട്ടും, 100 സീറ്റ് കിട്ടിയില്ല എങ്കിൽ താൻ വനവാസത്തിന് പോകും എന്നൊക്കെ വോട്ട് പെട്ടിയിലായതിനു ശേഷവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു നേതാവിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ് മറ്റു പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി നിർണയം വന്നിരുന്നപ്പോൾ ഇതേപോലെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള പഴയ ആൾക്കാർക്ക് അവസരം കൊടുത്തു എന്നതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതേ കാര്യം ഇവിടെ ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെട്ടില്ല. അപ്പം ഞാൻ ഈ 3 കാരണങ്ങളുണ്ട് എങ്കിലും അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണമാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തീരുമാനം എളുപ്പമായിരുന്നില്ല, പ്രത്യേകിച്ച് ഒന്നാമത്തെ കാരണം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ. പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ MLA-മാരാണ്, അവരെ വെച്ചിട്ടാണ് മന്ത്രിസഭ ഉണ്ടാക്കുന്നത്, അവരാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകേണ്ടത്. അവരെല്ലാവരും മറ്റൊരു ക്യാമ്പിന് അവരുടെ പൂർണ്ണമായിട്ടുള്ള ലോയൽറ്റി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഭരണം സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ സംഘർഷമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും അത് അടിച്ചേൽപ്പിക്കുകയും വേണ്ട എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിച്ചതുകൊണ്ടാണ് ഈ ഡിസിഷൻ ഇപ്പോൾ ഈ 1.5 ആഴ്ചയോളം നീണ്ടുപോയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഘടകകക്ഷികളുടെ പ്രത്യേകിച്ച് ലീഗിന്റെ ആവശ്യം പരിഗണിച്ചു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയുമല്ലോ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വന്നതിന് ശേഷം ലീഗിന്റെ അണികളും ഇപ്പോൾ സതീശന് അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലുണ്ട്. അതിൽ ചിലയിടങ്ങളിലെങ്കിലും ആ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ ചില അസ്വാഭാവികതകൾ കാണുന്നുമുണ്ട്. തുടക്കത്തിലെ നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എന്നാലും ഈ ഒരു മുദ്രാവാക്യം കേട്ടു നോക്കുക. ഇത് തൊടുപുഴയിൽ നടന്നു. ഇത് മുസ്ലിം ലീഗിന്റെ തൊടുപുഴയിൽ നടന്ന ആഹ്ലാദ പ്രകടനമാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് ശേഷമാണ് തൊടുപുഴയിൽ ലീഗിന്റെ ആഹ്ലാദ പ്രകടനം നടന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കുമെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രതിഫലിച്ചത്. ശ്രീജിത്ത്, ഇതിൽ ഇത്തരത്തിലുള്ള കാര്യം മുസ്ലിം ലീഗിന്റെ അണികൾ നടത്തുമ്പോൾ അതിനെ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്നിപ്പോൾ ശ്രീ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റ് പല ആൾക്കാരും സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരാണെങ്കിലും കോൺഗ്രസ് ഇതര രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാർ, BJP നേതാക്കളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഹൈക്കമാൻഡിന് മുകളിൽ ഒരു സൂപ്പർ ഹൈക്കമാൻഡായിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജയത്തിനെ അവർ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കുന്നത്
കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അല്ല, മറിച്ച് ലീഗിന്റെ സമ്മർദ്ദം കൊണ്ടാണ് തീരുമാനമെടുത്തത്. അപ്പോൾ കൂടുതൽ അധികാരം ലീഗിനാണ് എന്ന മട്ടിലുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അതിന് വളരെ കാര്യമായിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഈ തൊടുപുഴയിൽ ലീഗ് പ്രവർത്തകരുടെ ആ ഒരു പ്രകടനത്തിൽ അവർ കേവലം NSSന്റെയും SNDPയുടെയും നേതാക്കന്മാർക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നില്ല, മറ്റ് 2 കാര്യങ്ങൾ കൂടി അവർ വിളിച്ചു പറഞ്ഞിരുന്നു. അതിലൊന്ന് ലീഗ് ഭരിക്കും കേരള മണ്ണ്, ലീഗ് പറയും നിയമങ്ങൾ എന്നാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം മറ്റുള്ള ആൾക്കാർ പറയുന്ന കാര്യത്തിനെ അവർ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമോ ശ്രീ VD സതീശനെതിരെയുള്ള ഒരു അധിക്ഷേപമോ അല്ല, മറിച്ച് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പൊളിറ്റിക്കലി ശരി തന്നെയാണ് എന്ന് ഇവർ സമർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ചില ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ശ്രീ VD സതീശൻ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സ്വന്തം പാർട്ടി അംഗങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. അതേപോലെയുള്ള കാര്യം അദ്ദേഹം അവിടെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അദ്ദേഹം പറയുന്നത് തെറ്റായിട്ടുള്ള സമീപനങ്ങളൊന്നും തന്നെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല, 0 ടോളറൻസ് ആയിരിക്കും പല കാര്യങ്ങളോട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും, കടൽ ഇരമ്പുന്നത് പോലെ തന്നെ പ്രതിഷേധം അലറി വന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനങ്ങളിൽ ഒരു തരത്തിലുള്ള സന്ധിയും ചെയ്യില്ല എന്നാണ് പല വിഷയങ്ങളുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സാമുദായികമായിട്ട് 2 സമുദായങ്ങളുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് പറയുന്നു. അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലീഗിന് പറയാമെങ്കിൽ അവർക്കും പറയാം, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു കാർക്കശ്യം ഉണ്ടാകേണ്ടത് ഇങ്ങനെയുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഭരണം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പോകുന്നത് ലീഗാണ്, ഇവിടെ നിയമങ്ങൾ എഴുതുന്ന ലീഗാണ് എന്ന മട്ടിലുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് പറയുന്നതിനും അതിനെ തടയുന്നതിനും ശ്രമിക്കണം. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്താണ്? അദ്ദേഹം ഒരു തരത്തിലുള്ള സാമുദായിക നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങുന്ന ആളല്ല എന്ന് പറയുന്നുണ്ട്. അത് പറയുന്ന ആൾക്കാരെല്ലാവരും തന്നെ അദ്ദേഹം നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അവർക്കില്ലാത്ത വാദങ്ങളോ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ തള്ളി പറയുന്നതിനും ഇവിടെ കൂട്ടായിട്ടുള്ള ഒരു ഭരണമാണ്, അല്ലാതെ ലീഗ് അല്ല ഇവിടെ നിയമങ്ങൾ എഴുതുന്നത്, ലീഗ് അല്ല ഇവിടെ കേരള മണ്ണ് ഭരിക്കുന്നത്, അത് UDF ആണ് എന്ന രീതിയിലത്തേക്ക് പറയാനുള്ള വ്യക്തമായ സന്ദേശം അദ്ദേഹം കൊടുക്കും. അദ്ദേഹത്തിന് നിലവിൽ അദ്ദേഹത്തിന്റെ സമീപകാലത്തെ പ്രതികരണങ്ങൾ വെച്ച് നോക്കിയാലും അദ്ദേഹം അതിന് തയ്യാറാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.